ഓക്കെ, അപ്പോൾ നമ്മൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൻ്റെ ബ്ലോക്ക് 1 നമ്മുടെ റിവിഷൻ ക്ലാസ് കഴിഞ്ഞതാണ്. ബ്ലോക്ക് 2 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ബ്ലോക്ക് 2-ൽ യൂണിറ്റ് 1 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു റീഡിങ്, റീഡിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ കീവേഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ക്ലോസ് റീഡിങ്, ഫിക്ഷൻ, ഡീകോഡിങ്, ടെക്സ്റ്റ്, ഡിസ്കഷൻ സെക്ഷൻ അവിടെ നിൽക്കട്ടെ. ദെൻ ഡിഫറെൻറ്റ് പർപ്പസ് ഓഫ് റീഡിംഗ് ആണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ പർപ്പസ്, അതുപോലെ തന്നെ റീഡിങ്ങിന് എന്തൊക്കെ പർപ്പസാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ നല്ലപോലെ വായിക്കാം കേട്ടോ. നമുക്കറിയാം റീഡിങ്ങിന് ഒരു പർപ്പസ് അല്ല, നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വായിക്കുന്നത് അല്ലേ. നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നത് എന്തിനാണ്, അതിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വി റീഡ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ എന്തിനാണ്, ഇൻഫോർമേഷൻ, ഹാപ്പനിങ്സ് ഓഫ് ദ ഡേ. ഇനി ആർട്ടിക്കിൾസ് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ഐഡിയാസ് ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ്, പല പല ആശയങ്ങളെക്കുറിച്ച് അറിയാനും വീക്ഷണകോണുകളെ കുറിച്ച് അറിയാനും. അക്കാഡമിക് ബുക്സ് എന്തിനാണ്, അറിവിന് വേണ്ടിയിട്ടാണ് അല്ലേ, നോളേജിനും. ദെൻ ഫിക്ഷൻ, അതായത് നോവൽ പോലുള്ളത് എന്തിനാണ്, ഫോർ പ്ലഷർ, സന്തോഷത്തിന്. റെഫറൻസ് ബുക്ക് നമ്മൾ നോക്കുന്നത് എന്തിനാണ്, എൻസൈക്ലോപീഡിയ ഒക്കെ, അത് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടാനാണ്. ദ ഫോക്കസ് ആൻഡ് നേച്ചർ ഓഫ് റീഡിങ്, എ റെഫറൻസ് ബുക്ക് ഡിഫേഴ്സ് ഫ്രം മെൻറ്റാലിറ്റി ആൻഡ് അപ്രോച്ച് ഓഫ് റീഡിങ് എ നോവൽ, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ വായിച്ചു നോക്കാം. ഇനി എന്താണ് ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത്. ക്ലോസ് റീഡിങ് സംടൈംസ് കോൾഡ് എന്താണ്, എക്സ്പ്ലിക്കേഷൻ ഓഫ് ടെക്സ്റ്റ് മീൻസ് ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടെക്സ്റ്റ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഈ സ്മോൾ ഡീറ്റെയിൽ. ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക, ക്ലോസ് റീഡിങ് എന്ന് പറയുക. ഓക്കെ, ആൻഡ് ലാർജർ ഐഡിയാസ് കോംപ്ലിമെൻറ്റ് ഫ്രം ദ ടെക്സ്റ്റൽ കോണ്ടെക്സ്റ്റ് ഓർ സജഷൻസ്. By looking at various parts of the poem or passage of fiction, we come to appreciate writers' art. അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വായിക്കുന്നതാണ് എന്ത്, ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കിയാൽ, റൈറ്റ് എ ക്ലോസ് അനാലിറ്റിക്കൽ എസ്സേ, യു സ്റ്റാർട്ട് വിത്ത് എ ലാർജർ ഐഡിയ. ഒരു വലിയൊരു എസ്സേ, അനാലിറ്റിക്കൽ എസ്സേ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം ലാർജർ ഐഡിയ ആക്കിയിട്ട് പിന്നെ സ്മോൾ സ്മോൾ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഒരു പാരഗ്രാഫിൽ ഈ ഒരു സെയിം ഐഡിയ തന്നെയാണ് ഈ മൊത്തം പറഞ്ഞു പോകണം, വലിയൊരു ഇമ്പോർട്ടൻസ് ഇതിനില്ല. ഇവിടെ ലിറ്ററസി റീഡിങ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു റീസൺസ് ഫോർ റീഡിങ്. പല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ വായിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ, പ്ലഷർ, സന്തോഷമായിരിക്കാം, വ്യക്തിപരമായ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരിക്കാം, ലേണിംഗ്, പഠിക്കാനായിരിക്കാം, പാർട്ടിസിപ്പേഷൻ ആൻഡ് സൊസൈറ്റി, സമൂഹത്തിൽ പങ്കെടുക്കാനായിരിക്കാം, ഒക്കെ അല്ലേ. ദ ഏർലി റീഡിങ് ഓഫ് മോസ്റ്റ് ചെറിയ കുട്ടികളൊക്കെ കൂടുതലും എന്താ, സ്റ്റോറിയൊക്കെയാണ് അല്ലേ വായിക്കുക, സ്റ്റോറി ബുക്സ്, പിക്ചർ ബുക്കൊക്കെയാണ് വായിക്കുക. കാരണം അവർക്ക് അതൊക്കെ ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. ആസ് യങ് സ്റ്റുഡൻസ് ഡെവലപ്പ് ദ ലിറ്റററി എബിലിറ്റീസ് ഇൻക്രീസിംഗ്ലി റിക്വയർ ഇൻ ഓർഡർ ടു ലേൺ അക്രോസ് ദ കരിക്കുലം. വലുതാവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പല പല ബുക്കുകൾ വായിക്കും അല്ലേ. പർപ്പസ് ഓഫ് റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, അസോസിയേറ്റഡ് വിത്ത് സർട്ടൺ ടൈപ്പ് ഓഫ് ബുക്കാണ്. റീഡിങ് ഫോർ ലിറ്ററസി, അതായത് സാഹിത്യപരമായിട്ടുള്ള വായിക്കുന്നത് എന്തിനാണ്, നമ്മൾ സാഹിത്യം വായിക്കാൻ നമ്മൾ ഏതാ കൂടുതൽ വായിക്കുക, ഫിക്ഷൻ, നോവലാണ് അല്ലേ. അതേസമയം ഇൻഫോർമേഷൻ, അറിവ് ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ വായിക്കും, ആർട്ടിക്കിൾസ് വായിക്കും, ഇൻസ്ട്രക്ഷൻ ടെക്സ്റ്റ് വായിക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ബയോഗ്രഫീസ്, ഓട്ടോബയോഗ്രഫീസൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, അത് ഇൻഫോർമേഷണലാണ് അല്ലേ. അതുപോലെ തന്നെ കുറച്ച് ഒരാളെക്കുറിച്ചുള്ള അറിവുകളും പിന്നെ സാഹിത്യപരമായ കാര്യങ്ങളും ചിലപ്പോൾ നമുക്കതിൽ നിന്ന് ലഭിക്കാം. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് അല്ല. പക്ഷേ അതിൻ്റെ റീക്യാപ്പ് നമുക്കറിയണം. റീക്യാപ്പ് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. എന്താണ്, റീഡിങ് ഈസ് ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് ഡീകോഡിങ് എ ടെക്സ്റ്റ്. സോ ആദ്യമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് റീഡിങ് എന്ന് പറയുന്നത്. റീഡിങ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിൻ്റെ അർത്ഥം മനസ്സിലാക്കലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ഇൻ്റലക്ച്വൽ പ്രോസസ്സാണെന്ന് പറയാം. റീഡിങ് ഈസ് ദ ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് ഡീകോഡിങ് എ ടെക്സ്റ്റ്. ഇനിയിപ്പോൾ അതിൻ്റെ ഉദ്ദേശം, ന്യൂസ് പേപ്പർ എന്തിനാണ് വായിക്കുന്നത്, ഇൻഫർമേഷൻ. അക്കാഡമിക്സ് ബുക്ക് നിങ്ങൾ എന്തിനാണ് വായിക്കുന്നത്, നോളേജ്. ദെൻ ടു റീഡ് റെഫറൻസ് ബുക്ക് എന്താണ്, മോർ അറ്റൻഷൻ ഈസ് നീഡഡ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റീഡിംഗ് ഉണ്ട് അല്ലേ, ക്ലോസ് റീഡിങ്, ഇൻറ്റൻസ് റീഡിങ്, എക്സ്റ്റെൻസീവ് റീഡിങ്, അങ്ങനെ ഡിഫറെൻറ്റ് പർപ്പസസ്. എന്താണ് ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത്, എക്സ്പ്ലിക്കേഷൻ ഓഫ് ടെക്സ്റ്റ്, മിനിറ്റ് അനാലിസിസ് ഓഫ് ടെക്സ്റ്റ് അല്ലേ. അത്രയും മൈന്യൂട്ടായിട്ടുള്ള, മിനിറ്റ് അല്ല കേട്ടോ, മൈന്യൂട്ട് അനാലിസിസ് ഓഫ് ടെക്സ്റ്റ്, അത്രയും സൂക്ഷ്മമായിട്ടുള്ള റീഡിങ്ങിനെയാണ് ക്ലോസ് റീഡിങ് എന്ന് പറയുക. അത് പഠിക്കണം കേട്ടോ. വാട്ട് യു മീൻ ബൈ ക്ലോസ് റീഡിങ്, ഇറ്റ് ഈസ് ദ എക്സ്പ്ലിക്കേഷൻ ഓഫ് ടെക്സ്റ്റ്, മൈന്യൂട്ട് അനാലിസിസ് ഓഫ് ദ ടെക്സ്റ്റ്. പിന്നെ പർപ്പസ് ഓഫ് റീഡിങ് പലതാണെന്ന് പറഞ്ഞു അല്ലേ. റീഡിങ് ഫിക്ഷൻ എന്തിനാണ്, ലിറ്ററസി എക്സ്പീരിയൻസ്, ലിറ്റററി എക്സ്പീരിയൻസ്, സാഹിത്യത്തെക്കുറിച്ച് അനുഭവം കിട്ടാനാണ് നോവലൊക്കെ വായിക്കുക അല്ലേ. അതേസമയം ഇൻസ്ട്രക്ഷണൽ ടെക്സ്റ്റ് എന്തിനാണ്, ഇൻഫോർമേഷൻ ലഭിക്കാനാണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പഠിക്കുക, അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ സെൻഡ് ചെയ്യാം. യൂണിറ്റ് 2-ൽ പറയുന്ന ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻവോൾവ് ഇൻ റീഡിങ്. കീവേഡ്സ് ആയിട്ട് റീഡിങ് ടൈപ്സ്, അതിൽ തന്നെ പിന്നെ സ്കിമ്മിങ്, സ്കാനിങ്, ക്ലോസ് റീഡിങ്, എമ്യൂസിങ്, ബിറ്റ്വീൻ ലൈൻസ്. എന്താണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്, അണ്ടർലൈൻ ചെയ്ത്, സ്കിമ്മിങ് ഈസ് ദ ഫാസ്റ്റ് റീഡിങ്, പെട്ടെന്ന് വായിക്കുന്നതാണ്. ചിലപ്പോൾ പോർഷൻസൊക്കെ സ്കിപ്പ് ചെയ്തു പോകും. ഓക്കെ, അതാണ് എന്ത്
സ്കിമ്മിങ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് പേജ് വായിച്ചു പിന്നെ പെട്ടെന്ന് മറിച്ച് പോവും. അതാണ് എന്ത് സ്കിമ്മിങ് എന്ന് പറയുന്നത്. മേജർ ഗോൾ എന്താണ്? ക്ലോസർ റീഡിങ് ഓഫ് ദ ടെക്സ്റ്റ് ഈസ് നെസസറി. നമ്മളെങ്ങനെയാണ് സ്കിം ചെയ്ത് പോവുക? സ്കിം ചെയ്ത് പോകുന്ന രീതി എന്താ? റീഡ് ദ പേജ് ആൻഡ് ദ പ്രിഫേസ് ഓഫ് ദ ബുക്ക്. പെട്ടെന്ന് ടൈറ്റിൽ പേജ് വായിക്കും, പിന്നെ അതിൻ്റെ ആമുഖം വായിക്കും, പിന്നെ ടേബിൾ ഓഫ് കണ്ടൻസ് എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിട്ടുള്ളതെന്ന് മനസ്സിലാക്കും. ദെൻ അതിൻ്റെ ഇൻഡെക്സ് പേജിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? എന്തൊക്കെ തീമാണ് ഇതിലുള്ളതെന്ന് മനസ്സിലാക്കും അല്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ ABCD സ്കിമ്മിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സ്കിമ്മിങ്ങിലൂടെ നമുക്ക് എന്ത് കിട്ടും? ജനറൽ ആയിട്ടുള്ള ഐഡിയ കിട്ടും, ബുക്ക് എന്തിനെ കുറിച്ചാണ് എന്താണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഇൻഡെക്സ് പേജും കണ്ടൻറ് പേജൊക്കെ മാത്രം വായിച്ച് ഫുൾ പേജ് വായിക്കാതെ നമ്മൾ ആ ഒരു ബുക്കിനെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള ആശയം മനസ്സിലാക്കുന്നതാണ് എന്ത്? സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഇതിൽ ABCD നിങ്ങൾ പഠിക്കണം കേട്ടോ. എന്താ സ്കാനിങ് എന്ന് പറഞ്ഞാൽ? സ്കാനിങ് ഒരു പ്രത്യേക ഭാഗം മാത്രം നമുക്ക് നല്ലപോലെ മനസ്സിലാക്കണമായിരിക്കും. അപ്പോൾ ആ പ്രത്യേക ഭാഗം മാത്രം ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് സ്കാനിങ്. സ്കാനിങ് ഈസ് ഗോയിങ് ത്രൂ ദ ലൈൻസ്, പാരഗ്രാഫ്സ് ആൻഡ് പാസേജസ് ക്വിക്ക്ലി ബട്ട് നോട്ട് thoroughly ടു ഫൈൻഡ് ഔട്ട് സം സ്പെസിഫിക് ഇൻഫർമേഷൻ. അത് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു പ്രത്യേക ഇൻഫർമേഷൻ കിട്ടാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കി അതിലേക്ക് നമ്മൾ എത്തും. ഇവിടെ വൈൽ സ്കാനിങ് വി ഡു നോട്ട് റീഡ് ദ ബോൾ ടെക്സ്റ്റ് ബട്ട് ഓൺലി എ ഫ്യൂ ലൈൻസ്. ടെക്സ്റ്റ് മൊത്തം ഒന്നും വായിക്കില്ല, കുറച്ച് മാത്രം നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ സ്കാനിങ്ങിൽ വായിക്കുള്ളൂ. അങ്ങനെ ഇൻഫർമേഷൻ നോക്കും. മൂവ്മെൻറ്റ് ഓഫ് ആ സമയത്ത് നമ്മുടെ കണ്ണുകളുടെ വേഗത വളരെ കൂടുതലായിരിക്കും, കണ്ണുകൾ നിർത്തുന്നത് വളരെ ഇതായിരിക്കും, ഫോക്കസും അങ്ങനെയായിരിക്കും. ഒരു ഡിക്ഷണറി ഒക്കെ ഇതിന് എക്സാമ്പിളാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാനിങ് നമ്മുടെ സ്റ്റഡീസിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്, റിസർച്ച് റിലേറ്റഡ് ലേണിങ്ങിനൊക്കെ. ലൈക്ക് സ്കിമ്മിങ് പോലെ തന്നെ ഇതും ഒരു സ്ട്രക്ചറൽ ഹിൻസും കീവേഡ്സൊക്കെ ഇതിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്ന് പറയാണ്. അപ്പോൾ എന്താണ് സ്കാനിങ് എന്ന് ABCD നോക്കാം നമുക്ക്. അണ്ടർസ്റ്റാൻഡ് വാട്ട് യു വാണ്ട് ടു ഫൈൻഡ്. ആദ്യം മനസ്സിലാക്കുക എന്താണ് എനിക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് എസെൻഷ്യൽ ഫ്രേസസ് വേർഡ്സൊക്കെ സെലക്ട് ചെയ്യുക, പ്രിഫർ ചെയ്യുന്നത് സെർച്ച് ടേംസൊക്കെ. അങ്ങനെ സ്കാനിങ് പ്രോസസ്സിലൂടെ യു വിൽ ബി ലിവിങ് ബ്രീത്തിങ് സെർച്ച് ചെയ്യാൻ പറ്റും. ഓൺലി വൺ കീ വേർഡ് ഷുഡ് ബി സെർച്ച്ഡ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരെണ്ണം മാത്രം സെർച്ച് ചെയ്യുക. ന്യൂമറസ് സ്കാൻസ് മൾട്ടിപ്പിൾ കീവേഡ്സ് ഉണ്ടാവും, അത് പ്രശ്നമാവും. ലെറ്റ് യുവർ ഐ സ്കാൻ ദ പേപ്പർ ക്വിക്ക്ലി അൺടിൽ യു ഗോട്ട് ദ സ്പോട്ട്. ആ വാക്ക് കിട്ടണ വരെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ സ്കാൻ ചെയ്യാം. വെൻ യു ഫൈൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എന്താണ് അറ്റൻഷൻ കിട്ടുമെന്ന് പറയുകയാണ്. അപ്പം ആ ഭാഗം നിങ്ങൾക്ക് വായിക്കാം. എന്താ ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത്? ഇവിടെ ഈ ഒരു മെത്തേഡിൽ ക്ലോസ് റീഡിങ്ങിൽ എന്താക്കുന്നത്, അതിന് മറ്റൊരു പേരാണ് ഇത് തറോ റീഡിങ് എന്ന് പറയുന്നത്. അവിടെ എന്താ നടക്കുന്നത്? വി റീഡ് ദ വോൾ ടെക്സ്റ്റ് വിത്തൗട്ട് സ്കിപ്പിംഗ് എനി പാർട്ട്. ഒരു ഭാഗം നമ്മൾ വിട്ട് കളയുന്നില്ല, പക്ഷേ ഭയങ്കര അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. സെൻറ്റൻസ് ആൻഡ് ഈവൻ പങ്ക്ച്വേഷൻ മാർക്കിന് പോലും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വളരെ ക്ലോസ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ദ ടെക്സ്റ്റ് ആസ് കംപ്ലീറ്റ്ലി ആൻഡ് ഡീപ്ലി ആസ് പോസിബിൾ. അവിടെ വരെ അതെല്ലാം ചെയ്യുക, മൊത്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്കിമ്മിങ്ങിൻ്റെ റിവേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 എന്താ? റീഡ് ദ ടെക്സ്റ്റ് thoroughly. സ്റ്റെപ്പ് 2 എന്താ? അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് മെത്തേഡ്. സ്റ്റെപ്പ് 3 റീഡ് ദ പാസേജ്. അതൊക്കെയാണ് ക്ലോസ് റീഡിങ്ങിൽ വരുന്ന സ്റ്റെപ്പുകൾ പഠിക്കണം കേട്ടോ. 4ാമത്തെ ടൈപ്പാണ് എമ്യൂസീവ് റീഡിങ്. എമ്യൂസീവ് റീഡിങ് വേറെ ഒന്നല്ല, സന്തോഷം ലഭിക്കാനായിട്ടുള്ള റീഡിംഗ് ആണ് എന്ത്? എമ്യൂസീവ് റീഡിങ് എന്ന് പറയുന്നത്. റീഡിങ് ഫോർ പ്ലഷർ, സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കുക. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ടൈപ്പ് ഓഫ് റീഡിങ് റിക്വയർസ് കീൻ അറ്റൻഷൻ. വളരെ ശ്രദ്ധ വേണം. ഫോർ എവറി ഡീറ്റെയിൽ ഫോർ ഇറ്റ്സ് പർപ്പസ്. ഒന്നും വിട്ടുപോകരുത്. ഹിഡൻ മീനിങ്, ഉള്ളിലടങ്ങിയ മീനിങ് വരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഇവിടെ പ്രാക്ടിക്കൽ സെക്ഷനാണ്, വായിച്ച് ഉത്തരം കണ്ടെത്തുന്ന പ്രാക്ടിക്കൽ സെക്ഷൻ. നമുക്ക് റീക്യാപ്പ് നോക്കാം. ദർ ആർ 2 ബ്രോഡ്. ഇപ്പോൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ്, എപ്പോഴും റീക്യാപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. 2 ബ്രോഡ് കാറ്റഗറീസാണ് റീഡിങ്ങിനുള്ളത്. ഏതൊക്കെയാണ്? ആക്റ്റീവ് റീഡിങ്ങും പാസീവ് റീഡിങ്ങും. അങ്ങനെ 2 ബ്രോഡ് കാറ്റഗറീസ് ഉണ്ടെങ്കിൽ നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് റീഡിങ് ഏതൊക്കെയാണ്? സ്കിമ്മിങ്, സ്കാനിങ്, ക്ലോസ് റീഡിങ്, എമ്യൂസീവ് റീഡിങ് ആൻഡ് റീഡിങ് ബിറ്റ്വീൻ ലൈൻസ്. എന്താ സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ? അതൊരു ഫാസ്റ്റ് റീഡിംഗ് ആണ്, സ്കിപ്പിംഗ് പ്രോസസ്സാണ്. പെട്ടെന്ന് വിട്ട് ഇങ്ങനെ പോവുക. അതൊരു ജനറൽ ആയിട്ടുള്ള മറിച്ച് പോയിട്ട് ഒരു ജനറൽ ആയിട്ടുള്ള ആ ബുക്കിനെ പറ്റിയുള്ള ആശയം മനസ്സിലാക്കലാണ് സ്കിമ്മിങ്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോയിങ് ത്രൂ ലൈൻസ്, വരികളിലൂടെ പെട്ടെന്ന് പോയിട്ട്, പാരഗ്രാഫ് ആൻഡ് പേജസ് ക്വിക്ക്ലി, പെട്ടെന്ന് പോയിട്ട്, ബട്ട് നോട്ട് thoroughly, കണ്ട കാര്യമൊന്നുമില്ല, ഒരു പ്രത്യേക ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റീഡിങ് ദ വോൾ ടെക്സ്റ്റ്, മൊത്തം ടെക്സ്റ്റ് വായിക്കും, വിത്തൗട്ട് സ്കിപ്പിംഗ് എനി പാർട്ട്, ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുന്നില്ല, ഭയങ്കര അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് thoroughly ദെൻ ഡീപ്ലി. എമ്യൂസീവ് റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? റീഡിങ് ഫോർ പ്ലഷർ. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് മീനിങ് ഗിവിങ് അറ്റൻഷൻ ടു എവറി ഡീറ്റെയിൽ ഓഫ് ദ ടെക്സ്റ്റ്. അറ്റൻഷൻ കൊടുക്കുന്നു. ടു ഡിസ്കവർ ഹിഡൻ മീനിങ്സ് വിത്ത് ടെക്സ്റ്റുവൽ സജഷൻസ് ആൻഡ് ക്ലൂസ്.
3 സ്റ്റെപ്സ് ആണ് ക്ലോസ് റീഡിങ്ങിനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്ന് റീഡ് ദ ടെക്സ്റ്റ് തറോലി, ടെക്സ്റ്റ് തറവായിട്ട് വായിക്കണം. രണ്ടെന്താ അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ്, ടെക്സ്റ്റിലെ പാറ്റേണും മെത്തേഡുകളും മനസ്സിലാക്കണം. മൂന്നാമത് എന്താ റീഡ് ദ പാസേജ്, അപ്പോൾ അതും കൂടെ വായിച്ചു വയ്ക്കണം കേട്ടോ. നാലാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല, റീഡിങ് കോംപ്രിഹെൻഷനാണ്. പെട്ടെന്ന് പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരും, പാസേജുമായി റിലേറ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതണം. വാട്ട് ഈസ് റീഡിങ് കോംപ്രിഹെൻഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, language enables the transmission of knowledge and ideas and conveys meanings and viewpoints. When written communication is properly interpreted, reading can be a tremendous source of inspiration. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. റൈറ്റിംഗ് ഹാസ് എബിലിറ്റി ടു ട്രാൻസ്പോർട്ട് ദ ടെക്സ്റ്റ്, ക്യാൻ ഓഫർ ഓൾട്ടർനേറ്റ് വ്യൂ പോയിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തണം. പ്രോസസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റീക്യാപ്പ് നോക്കാം നമുക്ക്. ദ റിച്ച്നെസ് ഓഫ് റൈറ്റിംഗ് റിട്ടൺ ലാംഗ്വേജ് ആൻഡ് ഇസ് കോംപ്ലിസിറ്റി റിക്വയർസ് സം പ്രാക്ടിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ് ഇൻ റീഡിങ് കോംപ്രിഹെൻഷൻ. നമുക്കറിയാം പെട്ടെന്ന് റീഡിങ് കോംപ്രിഹെൻഷൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർക്ക് പെട്ടെന്ന് പോകുന്ന ഒന്നും കൂടിയാണ് എന്ത് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിനെ ആൻസർ ആ ഒരു പാസേജ് വായിച്ച് കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനെയും ബേസ് ചെയ്തിട്ട് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനോട്ടേഷൻ ഫോർ സിംഗിൾ കണ്ടൻറ്റ് ഓഫ് വെദർ ഇറ്റ് ഈസ് റിക്വേർഡ് ഓൺ മെറ്റാഫിക്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടെ നോക്കാം കേട്ടോ. ഓക്കെ.